യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നുകൊണ്ട് ഒരു തുറന്ന പുസ്തകം പോലെ ദൈവത്തിൻ്റെ വചനം എൻ്റെ മുമ്പിൽ തുറന്നു വച്ചുകൊണ്ട് ആ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ വിലപ്പെട്ട അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് പകരപ്പെടുന്ന സമയമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ കാര്യം കേട്ടെ. വേണ്ട അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ട ഉയർച്ചയും വേണ്ട ദൈവീകമായ സമാധാനമൊക്കെ തരാൻ ദൈവം തുറന്ന വാതിലാണ് ഈ ശുശ്രൂഷ. ആ വാതിലിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും ഇന്ന് ജീവിതം ആരംഭിക്കുന്നത്. വേണ്ട അനുഗ്രഹം ഇതിലൂടെ, ഈ വചനത്തിലൂടെ ദൈവം തരും. പിശാചിൻ്റെ പ്രവൃത്തി എന്നാണെന്നറിയാമോ? വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത വഴികളും തുറന്ന് നമ്മളെ ഏതെങ്കിലുമൊക്കെ അപകടക്കുഴിയിലേക്ക് പതുക്കെ പതുക്കെ നമ്മളെ താഴോട്ട് തള്ളിയിടാനാ പിശാച് വഴി തുറക്കുന്നത്. ദൈവം വഴി തുറക്കുന്നത് നിനക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരാനാ, നിനക്ക് വേണ്ട നന്മകൾ തരാനാ, നിൻ്റെ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്താനുള്ള വഴികളാണ് ദൈവം തുറക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിന്നെ ഏതെങ്കിലും ഒരു കുഴിയിലേക്ക് തള്ളിയിടാനുള്ള ഒരു വാതിലല്ല തുറന്നു കിട്ടിയിരിക്കുന്നത്. നിന്നെ ഒരു പടി കൂടെ ഉയർത്താനുള്ള ദൈവികമായ വരത്തിൻ്റെ ശുശ്രൂഷയാണ്. അതിലൂടെ ദൈവത്തിൻ്റെ കരമാ നിന്നെ ചേർത്ത് പിടിക്കുന്നത്. ആ വഴികളാണ് തുറന്നു കിട്ടി. നമ്മളൊന്ന് പറഞ്ഞേ, ഇങ്ങനെ ഒരു ദൈവികമായൊരു വഴി തുറന്നു കിട്ടിയതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ഈ വചനമൊക്കെ കേൾക്കാൻ സാധിച്ചതിന് നന്ദി പറയും. ഞങ്ങളുടെ ആരുടെ യോഗ്യതയൊന്നും അല്ല കർത്താവേ. ഞങ്ങൾ മണ്ണും ചെളിയുമായ സാധാരണ മനുഷ്യരാണ്, കുറവുള്ള മനുഷ്യരാണ്, ബലഹീനരാണ്, പാപികളാണ്. പക്ഷേ ഈ വിധത്തിലൊക്കെയും ദൈവം നമ്മെ നയിക്കുന്നതിനെ ഓർത്ത്, പരിപാലിക്കുന്നതിനെ ഓർത്ത്, വളർത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ആരായിരുന്നാലും, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളെ കാണുന്നുണ്ട്, വിശ്വസിക്കുന്നു. ഇന്നത്തെ വചനം എന്നാണെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിനകത്തൊരു അനുഗ്രഹം വരുന്ന ഒരു വചനമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32:18. എൻ്റെ ജനം. ആ വാക്കൊക്കെ എഴുതിയിരിക്കുന്ന നോക്ക്. ജനങ്ങളെന്നല്ല, എൻ്റെ എന്നൊരു വാക്കുണ്ട്. ദൈവത്തിൻ്റെ ജനം. ദൈവവചനം കേൾക്കുന്നവരെ, ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൻ്റെയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെയാണ്. നിങ്ങളുടെ സമ്പത്ത് ദൈവത്തിൻ്റെ, ആരോഗ്യം ദൈവത്തിൻ്റെയാണ്. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെയാണ്. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെയാണ്. ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെയാണ്. ഈ ശബ്ദം ദൈവത്തിൻ്റെയാണ്. ഈ വചനം ദൈവത്തിൻ്റെയാണ്. ഞാൻ ദൈവത്തിൻ്റെയാണ്. എൻ്റെ അല്ല ഇത്. ഞാൻ ചെയ്യുന്ന, എൻ്റെ ബുദ്ധി കൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇത് ദൈവത്തിൻ്റെയാണ്. എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും. വലിയ വീട്ടിൽ പാർക്കുമെന്നല്ല, കൊട്ടാരം പോലത്തെ വീട്ടിൽ, സമാധാനമുള്ള ഭവനത്തിൽ, സമാധാനപൂർണമായ വസതിയിൽ. ഇന്ന് ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനം ഇല്ല. ഒരിക്കലൊരു ഭാര്യ പറഞ്ഞു, ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവ് കേൾക്കത്തില്ല. ഭർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇവളും അനുസരിക്കത്തില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും പറയുന്നത് മക്കളും അനുസരിക്കത്തില്ല. ഒരാളൊന്ന് പറയുമ്പോൾ വേറൊരാൾ 10 പറയും. ഒരാളൊന്ന് ഒരു പ്രാവശ്യം ദേഷ്യപ്പെടുമ്പോൾ ആ വ്യക്തി ആ പകൽ മുഴുവൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ വീട്ടിലേക്ക് വരുമ്പോൾ എന്തോ പെട്ടെന്നൊരു നിശബ്ദത പോലെ, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, മനസ്സ് തുറന്ന് സംസാരമില്ല. എന്നാൽ വചനം കേൾക്കുന്ന നിങ്ങളോട് സ്വർഗത്തിലെ ദൈവം പറയുക, നിങ്ങൾ സമാധാനപൂർണമായ വസതിയിൽ താമസിക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സമാധാനം ഇല്ലേ? വ്യക്തി ജീവിതത്തിൽ സമാധാനമില്ലേ? അത് ദൈവം നിനക്ക് തരും. അത് നിൻ്റെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിനകത്ത് സമാധാനത്തെ നിറയ്ക്കും. സമാധാനം നിറയട്ടെ. കർത്താവ് ഈ വചനത്തിൽ പറയുന്ന സമാധാനം എൻ്റെ കുടുംബത്തിലുണ്ടാകട്ടെ, എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടാകട്ടെ. സമാധാനമുണ്ടാകട്ടെ, സമാധാനം നിറയട്ടെ. ഒരു സൂപ്പർ മാർക്കറ്റിലോ മെഡിക്കൽ സ്റ്റോറിലോ സമാധാനം മേടിക്കാൻ കിട്ടുമോ? ദൈവത്തിൻ്റെ ആ സമാധാനം ദൈവത്തിൽ നിന്നാ. യേശു ജനിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കില്ലേ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനം ദൈവത്തിൻ്റെയാണ്. അതൊന്ന് നമ്മുടെ ജീവിതത്തിൽ വരും, കുടുംബത്തിനകത്ത് വരും.
സാമ്പത്തികത്തിൽ വരും സമാധാനം. സമാധാനമുള്ള വീട്ടിൽ പാർക്കും, സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. അപ്പോൾ പ്രത്യേകതയുണ്ട് ആ വീടിനകത്ത്. അതെന്തൊക്കെയാ പ്രത്യേകതയാ? പ്രശാന്തമായൊരു പ്രത്യേകത, സുരക്ഷിതത്വമുള്ള ഒരു പ്രത്യേകത. അവിടെ ദൈവികമായൊരു പ്രശാന്തത വരും, ഒരു സുരക്ഷിതത്വം വരും. ഇന്ന് എൻ്റെ കുടുംബത്തിനകത്ത് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ വീടിനെ മനസ്സിൽ കണ്ടിട്ട് പറ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32:18 പറഞ്ഞ ആ സമാധാനവും ആ പ്രസാദതയും എൻ്റെ കുടുംബത്തിൽ നിറയ്ക്കണമേ, എൻ്റെ വ്യക്തി ജീവിതത്തിനകത്ത് നിറയ്ക്കണമേ, എൻ്റെ തലമുറകളിൽ നിറയ്ക്കണമേ, എൻ്റെ ശുശ്രൂഷയിൽ നിറയ്ക്കണമേ. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് അതുണ്ടാകട്ടെ. ദൈവം പറഞ്ഞില്ലേ ഉണ്ടാകട്ടെ എന്ന വാക്കിൽ എല്ലാം ഉണ്ടായില്ല. അതുപോലെ സമാധാനം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആ വാക്ക് നമുക്ക് വിശ്വാസത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ഒരാൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അയാൾക്ക് ഭയങ്കര ടെൻഷൻ, അദ്ദേഹത്തിന് പല രോഗപേടികളൊക്കെ. അപ്പോൾ ഡോക്ടർ പറയുവാണ്, നിങ്ങൾക്ക് രോഗങ്ങളൊന്നുമില്ല, നിങ്ങളുടെ മനസ്സ് സമാധാനമില്ല, ടെൻഷനാണ്, അതാണ് പ്രശ്നമെന്ന്. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായൊരു വാക്കല്ല സന്തോഷമില്ലാത്ത അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ. ഒരുപാട് പേര് ഒരിറ്റ സന്തോഷത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞു, ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിച്ചിട്ട് മരിക്കണമെന്ന് ആഗ്രഹമെന്ന്. ഒരു ദിവസമേ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, ഇന്ന് വരെ സമാധാനം അനുഭവിച്ചിട്ടില്ല. എൻ്റെ മക്കൾക്ക് ഇത്രയും പ്രായമായി, എൻ്റെ മക്കളിൽ നിന്ന് എനിക്കൊരു സമാധാനം ഉണ്ടാകുന്നില്ല. സമാധാനം ദൈവമാണ് തരുന്നത്. ഇന്ന് ദിവസം വെള്ളിയാഴ്ചയാണ്, ഈ ആലയത്തിൽ ശുശ്രൂഷ നടക്കുന്നൊരു ദിവസമാണ്. ഇന്ന് അനേക ആളുകൾ പങ്കെടുക്കും. ഇന്നലകളിൽ നൂറുകണക്കിന് ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ യൂദാശ്രീയുടെ മാധ്യസ്ഥതയിലൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. ഓരോ വെള്ളിയാഴ്ച ഇവിടെ നിയോഗ പ്രാർത്ഥന ധ്യാനമാണ് നടക്കുന്നത്, വ്യാഴം വെള്ളി ദിവസങ്ങൾ. അതൊരു നിയോഗത്തിലാണ്. ചുമ്മാ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കടലാസ് എഴുതി നേർച്ചപ്പെട്ടിയിലേക്ക് 10 രൂപ ഇടുന്ന ഒരു കടലാസ് ചുരുട്ടി ഒരു പെട്ടിക്കകത്തിടുവല്ല, ചുമ്മാ ഒരു പെട്ടിക്കകത്തിടുവല്ല. എൻ്റെ പ്രാർത്ഥിച്ച് ഒരുങ്ങി മാധ്യസ്ഥം വഹിച്ച് ശുശ്രൂഷ ചെയ്ത് അങ്ങനെ ആ പ്രാർത്ഥനയിലാണ് നിയോഗം വയ്ക്കുന്നത്. യേശുവിൻ്റെ കരങ്ങളിൽ, ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക, തിരുഹൃദയത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുള്ള പ്രാർത്ഥനയാണ്. പ്രതിഫലം ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ്? പ്രതിഫലം ഉണ്ടാകാതിരിക്കില്ല, ദൈവം മറുപടി തരാതിരിക്കത്തില്ല. കാരണം അത്രയും വില കൊടുത്ത് ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ചടങ്ങായിട്ടോ പ്രോഗ്രാമായിട്ടോ അല്ല. വരുന്നവർ അനുഗ്രഹം പ്രാപിക്കും, വരുന്നവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കും. അവരുടെ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം, എല്ലാ ദിവസവും ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമാകട്ടെ, വലിയൊരു അനുഗ്രഹമാകട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും അനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. നിങ്ങളിവിടെ വന്നവർ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെയാണ് ഈ ആലയത്തെ അനുഗ്രഹത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നിങ്ങൾ വിലയുള്ളവരായി കാണുന്നു. നിങ്ങൾ പണമൊന്നും നൽകിയില്ലെങ്കിലും, സമ്പത്തൊന്നും നൽകിയില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് തരണം. മനസ്സുകൊണ്ട് 1 മിനിറ്റ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ആലയത്തെ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ, എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ. സകലവിധ അസൂയയിൽ നിന്നും, വെറുപ്പിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, പകയിൽ നിന്നും ദൈവമേ ഞങ്ങളെ സുരക്ഷിതമായി പരിപാലിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ശുശ്രൂഷകരാണ്, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. ഞങ്ങളുടെ ആരോഗ്യത്തെ അനുഗ്രഹിക്കണം, ശബ്ദത്തെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ തിന്മയുടെ, മന്ത്രത്തിൻ്റെ, തന്ത്രങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ സൂക്ഷിക്കണമേ. ഈശോയുടെ നാമത്തിൽ ഈ ജനത്തെ, ഈ കൂട്ടായ്മയെ, ഈ പ്രവചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദീർഘായുസ്സും സന്തോഷവും ആരോഗ്യമുള്ള നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.